നമുക്ക് സൂപ്പർ സ്പീഡ് ലഭിച്ചാൽ എങ്ങനെയിരിക്കും? ഒരു കാറിനേക്കാൾ അല്ലെങ്കിൽ ഒരു വിമാനത്തെക്കാൾ വേഗത്തിൽ ഓടുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്ക്. മിനിറ്റുകൾക്കുള്ളിൽ ലോകം ചുറ്റാൻ സാധിക്കും. കൂടുതൽ ഗതാഗതമില്ല, കാത്തിരിപ്പില്ല. ജീവിതം എല്ലാ ദിവസവും ആവേശകരമായ ഒരു ഓട്ട മത്സരം പോലെ തോന്നും. പക്ഷെ ഇതെങ്ങനെ സാധിക്കും? വേഗത ഊർജത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിവേഗത്തിൽ നീങ്ങാൻ ശരീരത്തിന് ധാരാളം ഊർജം ആവശ്യമാണ്. നമ്മുടെ പേശികൾ വളരെ ശക്തവും വഴക്കമുള്ളതുമായിരിക്കണം. നമ്മുടെ അസ്ഥികൾ ഉയർന്ന മർദ്ദം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം വേഗത്തിൽ ഇടിക്കേണ്ടതുണ്ട്. തലച്ചോറിന് പോലും സൂപ്പർ സ്പീഡിലെല്ലാം പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ഘർഷണം മറ്റൊരു വെല്ലുവിളിയാണ്. വേഗത്തിൽ നീങ്ങുന്നത് ചൂട് സൃഷ്ടിക്കുന്നു. നമ്മൾ അതിവേഗത്തിൽ ഓടുകയാണെങ്കിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ പോലെ നമ്മുടെ ശരീരം കത്തി തീർന്നേക്കാം. അതുകൊണ്ടാണ് ചൂടിൽ നിന്നും കാറ്റിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ നമുക്ക് പ്രത്യേക സ്യൂട്ടുകൾ ആവശ്യമായി വരുന്നത്. കൂടാതെ നമുക്ക് ലോകം വ്യത്യസ്തമായി തോന്നും. മറ്റുള്ളവരുടെ ഒരു സെക്കൻഡ് നമുക്ക് ദീർഘനേരം പോലെ തോന്നും. ഭൗതിക ശാസ്ത്രത്തിൽ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിന്റെ ഫലമാണിത്. നിങ്ങൾ പ്രകാശവേഗത്തോടടുക്കുമ്പോൾ സമയം നിങ്ങൾക്ക് മന്ദഗതിയിലാകും. സൂപ്പർ സ്പീഡ് ഉണ്ടായിരിക്കുന്നത് ആവേശകരമാണ്, പക്ഷേ അതത്ര ലളിതമല്ലെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് ജീവിതത്തെ കൂടുതൽ ആവേശകരമാക്കുന്നു.